ഇടുക്കി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു വിവാദമുണ്ടായാൽ നമ്മുടെ എം മണിക്ക് അതുമായി എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് നമ്മുടെ ഉടുമ്പൻചോല MLA ആയ എം മണി. മണി കടുത്ത ഭാഷയിലാണ് ഡീനിനെ അധിക്ഷേപിച്ചത്. എന്നാൽ അതിന് മറുപടി പറയാനുള്ള ഭാഷ തനിക്കറിയില്ല എന്നാണ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കിയത്. എത്ര ശ്രമിച്ചാലും ഡീനിന് എം മണി ആകാൻ കഴിയില്ല. പക്ഷേ എം മണി ജനകീയമായ ഭാഷയിൽ സംസാരിക്കുകയാണ് എന്ന് ന്യായീകരിക്കുന്നവരുണ്ട്. മണിയാശൻ്റെ ഭാഷ ഇടുക്കിക്കാർ പലപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സ്വീകരിക്കാറ്. മണിയാശാൻ അങ്ങനെ പറയാം എന്ന് കരുതുന്നവരും ഇടുക്കിയിൽ കുറവല്ല. അതുകൊണ്ടാണല്ലോ മണിയാശാൻ അവിടുന്ന് ജയിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി മിതത്വമൊക്കെ വേണം എന്ന് അഭിപ്രായപ്പെടുന്നവർ ആണ് കേരളത്തിൽ ഭൂരിഭാഗവും. എം മണിക്ക് ഇത്തരം അധിക്ഷേപങ്ങൾ നടത്താൻ അനുമതി നൽകിക്കൂടാ എന്ന് പറയുന്നവരും ഉണ്ട്. എം മണി രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല അധിക്ഷേപിക്കാറ്. മാധ്യമപ്രവർത്തകരെയും IASകാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയുമൊക്കെ എം മണി പലപ്പോഴും അധിക്ഷേപിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ മണിയുടെ പരാമർശം വന്നതോടുകൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇടുക്കി തെരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ചയാകുന്നത്. അവിടെ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും വീണ്ടും ഏറ്റുമുട്ടുകയാണ്. 2014 അവിടെ എത്തിയ ഡീൻ കുര്യാക്കോസിനെ ആദ്യം ജോയ്സ് പരാജയപ്പെടുത്തിയിരുന്നു. പിന്നീട് ഒരു മധുര പ്രതികാരമെന്ന രീതിയിൽ 2019 മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഡീൻ ഇടുക്കിയിൽ നിന്ന് ജയിച്ചു കയറി. 2014 തോൽവി കോൺഗ്രസിനെ പക്ഷേ പിടിച്ചുലച്ചു. പാർട്ടിക്കുള്ളിൽ ആളുകൾ പാലം വലിച്ചതും അതുപോലെ പാര വെച്ചതുമാണ് ഡീനിൻ്റെ പരാജയത്തിന് കാരണം എന്ന് KPCC വിലയിരുത്തി. UDF നിയോഗിച്ച ഒരു ഉപസമിതി അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 1980 ഇടത് കേന്ദ്രങ്ങൾക്ക് നമ്മുടെ MM ലോറൻസ് വഴി ഇടുക്കി മണ്ഡലത്തിൽ ജയിക്കാനായത്. പിന്നീട് അങ്ങോട്ട് അത് കോൺഗ്രസിനൊപ്പവും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾക്കൊപ്പവുമാണ് ഈ മണ്ഡലം നിലയുറപ്പിച്ചത്. 30 വർഷത്തിന് ശേഷം 2014 ഡീൻ പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വലിയ ആഘാതമായത്. ഇടുക്കി മണ്ഡലം പഴയ CM സ്റ്റീഫൻ്റെ മണ്ഡലമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ ഇടുക്കിയിൽ CM സ്റ്റീഫൻ്റെ വിജയം കോൺഗ്രസ് നല്ല രീതിയിലാണ് ആഘോഷിച്ചത്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവാകാനൊക്കെയുള്ള അവസരം അങ്ങനെ CM സ്റ്റീഫനെ തേടിയെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് MM ലോറൻസ് തൻ്റെ കരുത്ത് ഇടുക്കിയിൽ കാണിച്ചു. തുടർന്ന് 84 അവിടെ PJ കുര്യൻ വിജയപതാക പാറിച്ചു. പിന്നെ പാലാ KM മാത്യുവും AC ജോസും PC ചാക്കോയും ഫ്രാൻസിസ് ജോർജും PT തോമസുമെല്ലാം ആ വിജയം ഒരു തുടർക്കഥയാക്കി. പക്ഷേ 2009 ജയിച്ച PT തോമസിന് പിന്നീട് 2014 ഒരു അവസരം നൽകണ്ട എന്ന് അന്ന് UDF തീരുമാനിച്ചു. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. നമ്മുടെ കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടുമൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഹരിത നിലപാടുകൾ സ്വീകരിച്ച നമ്മുടെ PT തോമസിനെതിരെ അവിടെ ജനവികാരം ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് ഭയന്നു. അങ്ങനെയാണ് യുവ നേതാവായ നമ്മുടെ ഡീൻ കുര്യാക്കോസിന് ഒരു അവസരം കിട്ടുന്നത്. ഡീൻ KSUവിലൂടെ വളർന്ന് രംഗത്തെത്തിയ ആളാണ്. തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ ആളുമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയി നിന്ന് തിളങ്ങിയ ഡീൻ അങ്ങനെയാണ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഏതായാലും 2014 ഡീനിൻ്റെ പരാജയം എങ്ങനെ സംഭവിച്ചു എന്ന് ഉള്ള അന്വേഷണത്തിൽ DCC പ്രസിഡൻറ്റിന് ഉൾപ്പെടെ ആണ് ആളുകൾ ഇതിൽ
കുറ്റക്കാരായി പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതൊക്കെ ശേഷം 2019 ഡീൻ അവിടുന്ന് ശക്തനായി വിജയിച്ചു കയറി. എങ്കിൽ ഇനി 2024 ഇതിൽ ആര് ജയിക്കും എന്ന ഒരാശങ്ക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കൗതുകം എല്ലാവരിലുമുണ്ട്. ഈ 1-1 നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി ആർക്ക് മേൽക്കൈ നേടാനാകും എന്നതാണ് ചിന്ത. BDJS അവരുടെ സ്ഥാനാർത്ഥിയെ അവിടെ കളത്തിലിറക്കിയിട്ടുണ്ട്. സംഗീത വിശ്വനാഥൻ ചില്ലറ കക്ഷിയല്ല, BDJS സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ SNDP യോഗത്തിൻ്റെ വനിതാ വിഭാഗം സെക്രട്ടറിയാണ്. നേരത്തെ നിയമസഭയിലേക്ക് തൻ്റെ ഭാഗ്യം പരീക്ഷിച്ച ആളുമാണ്. 3 പേരും അഭിഭാഷകരാണ്. അതുകൊണ്ട് അഭിഭാഷകരുടെ ഒരു പോർക്കളമായി മാറുകയാണ് നമ്മുടെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം. 50,000 വോട്ടിന് തോറ്റ ഡീൻ പിന്നെ 1,71,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചത് ഡീനിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താൻ ജയിക്കും എന്ന പ്രതീക്ഷയിലാണ് ഡീൻ. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ജോയ്സ് ജോർജ് തെരഞ്ഞെടുപ്പിലെത്തിയത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടുമെല്ലാം വലിയ ആശങ്ക മലയോര ജനതയിൽ വിതച്ച സാഹചര്യമായിരുന്നു അത്. PT തോമസ് ഒരു ഹരിത നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന വിലയിരുത്തലുണ്ടാക്കി. മാത്രവുമല്ല, മലവെള്ളത്തോടും മലമ്പാമ്പിനോടും മലമ്പനിയോടുമൊക്കെ ഏറ്റുമുട്ടി വിജയിച്ച ഇടുക്കിയിലെ കർഷകരെ വനം കയ്യേറ്റക്കാരും ഭൂമി താട്ടിയെടുക്കുന്നവരുമൊക്കെയായി ചിത്രീകരിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട് എന്ന തരത്തിൽ ശക്തമായ ആരോപണം ഉയർന്നു. അവർ വന്യമൃഗങ്ങളുടെ എതിരാളികളാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വലിയ തോതിലാണ് ഇടുക്കിയിലെ ജനങ്ങളെ വേദനിപ്പിച്ചത്. അതിൻ്റെയൊക്കെ ഒരുപക്ഷെ പ്രതിഫലനമായിരിക്കാം അന്ന് ജോയ്സിന് വലിയ പിന്തുണ കിട്ടാൻ കാരണം. ഈ കർഷകർ അവരുടെ വേദനകൾ ഒക്കെ വേണ്ട രീതിയിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നില്ല എന്ന് ഇടുക്കിയിലെ ജനങ്ങൾക്ക് പരാതിയുണ്ടായിരുന്നു. ഏതായാലും ആ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്നുവെന്നാണ് അവർ കരുതുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 54% വോട്ട് നേടാൻ ഡീനിന് കഴിഞ്ഞപ്പോൾ ജോയ്സ് ജോർജിന് 35% വോട്ടേ കിട്ടിയുള്ളൂ. അതേസമയം 2014 56% വോട്ട് ജോയ്സ് ജോർജ് നേടിയപ്പോൾ 40% വോട്ട് ഡീൻ കുര്യാക്കോസ് തൻ്റെ പേരിലാക്കി. അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വോട്ടിംഗ് ശതമാനം എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഈ മൂവാറ്റുപുഴയും തൊടുപുഴയും ഇടുക്കിയുമൊക്കെ കോൺഗ്രസിനും അതുപോലെ UDFനും നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഹൈറേഞ്ചിൽ ഒരു കോൺഗ്രസ് MLA ഇല്ല. അവിടെ തൊടുപുഴയിൽ PJ ജോസഫുണ്ട്. എന്നാലും കോൺഗ്രസ്സുകാരനായ ഒരു MLA ഹൈറേഞ്ചിലില്ല എന്നത് ഇപ്പോൾ വലിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ഇടുക്കി. അവിടെ 41.88% വോട്ടർമാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ ഇടുക്കിയിൽ വളരെ നിർണായകമാണ്. അത് ഡീൻ കുര്യാക്കോസിനെ തുണയ്ക്കുമോ അതോ ജോയ്സ് ജോർജിനെ പിന്തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. ഏതായാലും ക്രിസ്ത്യാനികൾ ഇപ്പോൾ NDAയുമായി അടുക്കുന്നൊരു സാഹചര്യത്തിൽ ആ വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് BDJS സ്ഥാനാർത്ഥി. ഇടുക്കിയുടെ പിന്നോക്കാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പലയിടങ്ങളിലും എത്താൻ വലിയ പ്രയാസമാണ്. ഭൂപ്രകൃതിയുടെ ചില പ്രത്യേകതകളും ഇടുക്കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വികസനം വരേണ്ട ഒരു മണ്ഡലമാണ് ഇടുക്കി എന്നതുകൊണ്ട് തന്നെ NDAയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് BDJS സ്ഥാനാർത്ഥി അഭ്യർത്ഥിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇടുക്കിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യമായിരിക്കാം അവർക്ക് മുന്നിൽ ആദ്യം ഉരുത്തിരിഞ്ഞു വരുന്നത്.
ഇടുക്കിയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ എത്രമാത്രം പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായി ചർച്ചയാകും. അതിൻ്റെയൊക്കെ അപ്പുറത്ത് എം എം മണി ഇനി കുറച്ചു കാലം വലിയ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഇരുന്നാൽ ഭാഗ്യം എന്ന് CPM ചേരിയും കരുതുന്നുണ്ട്. ഇടുക്കി മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും പ്രസക്തമാണ്.